പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. സിൻഡോ പയ്യപ്പള്ളി, ലിനോ മൈക്കിൾ, PP ചന്ദ്രൻ, ഹരൻ ബേബി, പ്രതീഷ്, ജിതിൻ പ്രിൻസ്, അഭയൻ, അഭിഷേക്, എഡ്വിൻ ആൻഡോ, ലിൻസൺ പല്ലൻ, AL ജോയി, ബിനോയ് കൊടിയൻ, സൈമൺ മാടമ്പി, KV കല്യാണി, ചാക്കോച്ചൻ, ഷാജു ചീനാൻ, ജസ്റ്റിൻ ജോണി, KL ജോസ്, PC ജയൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്നലെ നമ്മുടെ രണ്ട് സഹോദരങ്ങൾ 19 വയസ്സും 18 വയസ്സുമുള്ള ഈ ആമ്പല്ലൂർ പഞ്ചായത്തിൽ താമസിച്ചു വന്നിരുന്ന 2 പേർ ഇവിടെ അതിദാരുണ്യമായി ഇന്നലെ ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങോട്ട് കടക്കുമ്പോൾ മരണപ്പെട്ടുപോയി. നമുക്കെല്ലാവർക്കും അറിയാം, പുതുക്കാട് KSRTC സ്റ്റാൻഡിന്റെ മുൻവശം തീർച്ചയായിട്ടും അതൊരു മരണക്കെണിയാണ്. അത് താനേ ഉണ്ടായതോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടപെടൽ മൂലം ഉണ്ടായതോ ആയ ഒരു മരണക്കെണിയല്ല. ഇവിടുത്തെ സർക്കാരും അധികാരികളും ജനപ്രതിനിധികളും ഇവരെല്ലാവരും തന്നെ സ്റ്റാൻഡിന് സമീപം ഒരു പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. അധികാരികളുടെ മുമ്പിൽ നിരന്തരമായ ജനജീവിതങ്ങൾ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്ന ജനപ്രതിനിധികളും MLA MP ഒക്കെ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം ഇന്ന് ഈ KSRTC കഴിഞ്ഞ കുറെ വർഷങ്ങളായി പുതുക്കാട് സെന്ററും ഈ KSRTC പരിസരവും 100 കണക്കിന് അപകടങ്ങൾ നടന്നിട്ട് 100 പേര് മരിക്കുകയും നമ്മൾ ഇന്നലെ വളരെ കണ്ണീരോടെയുള്ള ദിവസങ്ങൾ നമ്മുടെ മുന്നിലൂടെ നമ്മുടെ പുതുക്കാടിന്റെ വികസനത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന KSRTC സ്റ്റാൻഡ് ഇന്നിവിടെ ഒരു മരണക്കെണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് വഴി അല്ലെങ്കിൽ മറ്റേ മണലിപ്പുഴ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടി കടത്തിവിട്ട് ചിമ്മിനി ഡാം റൂട്ടിലേക്ക് കടത്തി അവരെ വീണ്ടും ബ്ലോക്കിലേക്ക് തന്നെയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി, ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ സ്ഥലം MLA കണ്ടുപിടിക്കുമെന്ന്. സമരത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പിന്നാലെ പോലീസ് പ്രവർത്തകരെ നീക്കം ചെയ്തു. ഇതിനിടെ KSRTC ബസ് സ്കൂട്ടറിൽ ഇടിച്ച് അപകടമുണ്ടായി. കൽക്കുഴി സ്വദേശി ശ്രീനിവാസന് നിസാര പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി.